ആടാ അതെ. എടാ നീ മറ്റേ സൈമണെ കണ്ടായിരുന്നോടാ? ഇല്ലല്ലോടാ. ഓ, അവൻ ഇന്നലെ എന്റെ വീട്ടിൽ നിന്ന് പോയതാ, ഇതുവരെ വന്നല്ല. അല്ലാതെ പോയ സമയത്ത് എന്റെ വിളിക്ക് തന്നെയാ. ഓ ഇല്ലല്ലോടാ, ഞാൻ കണ്ടില്ല അവനെ. ഓക്കെടാ, ഞാൻ എന്നാ പോവാട്ടോ, കാണാം. ഇവനെന്നാലും മീഡിയ വണ്ണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സിജിനെ കാണാതായതിൻ്റെ തലേദിവസം മുതൽ നമ്മളിവിടെ ഉണ്ട്. സിജിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിജിനെയും സൈമണെയും കാണാതായ അന്ന് മുതൽ അവരുടെ കൂട്ടുകാരും അവരുടേതായ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. എന്നാ പറയുക, അവരെ രണ്ടുപേരും കാണാതായതിൽ ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങളേതായ രീതിയിൽ ഞങ്ങൾ കുറേ അന്വേഷിക്കണു ഒക്കെ ഉണ്ട്. നാട്ടുകാരോട് ചോദിക്കുമ്പോൾ നാട്ടുകാർക്കും അറിയില്ല, വീട്ടുകാരോട് ചോദിക്കുമ്പോൾ വീട്ടുകാർക്കും അറിയില്ല. ആദ്യം കേട്ട ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ശരിക്കും അന്വേഷിക്കുകയാണ്, നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. വേറെ കുറേ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം, എല്ലാവരും മാക്സിമം പ്രാർത്ഥിക്കണം. ഓക്കെ മിസ്റ്റർ ജോണി വർഗീസ്, അപ്പോൾ നമുക്ക് അവൻ്റെ കൂട്ടുകാരനായ അടുത്ത ആളോട് തുളസി ദാമോദരൻ എന്താണ് പറയാനുള്ളത്? അവരെ കാണാതെ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. ഞങ്ങളുടെ രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അറിയില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. മീഡിയയുടെ പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരെ കണ്ടെത്താനുള്ള ഏത് സാഹചര്യവും നമ്മൾ കൈവിടുമെന്ന് ഞാൻ പറയാം. അവരുടെ വേദനയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണിച്ചു തരുന്നത്. അയ്യോ, ഡാ നീ എന്നെ ഇവിടെ? സീനു, നീ എന്നെ ഇവിടെ ആരോ തലക്കടിച്ച് ബോധം കെടുത്തി പൂട്ടിയിട്ടേക്കുമായിരുന്നു. അറിയില്ലടാ, ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദേ ഇവിടെ കിടക്കണേ. ഇതെന്താ സംഭവിക്കണേ ഇവിടെ? അറിയില്ല, 2 ദിവസമായി ഞാൻ ഇവിടെ പട്ടിണി കിടക്കുന്നു. എടാ, എന്നെ ആരോ തലക്കടിച്ച് ബോധം കെടുത്തി കൊണ്ടുവന്ന, ഞാൻ നിന്നെ തപ്പി അതുകൂടെയൊക്കെ നടന്നായിരുന്നു. പിന്നെ എന്നെ ആരോ തലക്കടിച്ചു, പിന്നെ ഞാൻ ദേ ഇവിടെ കിടക്കണേ. 2 ദിവസമായിട്ട് എന്നെ ആരോ ഈ റൂമിൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു. സിറിഞ്ചൊക്കെ ഇരിക്കുന്നു അവിടെ. എടാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വല്ല വഴി നോക്കിയാലോ? ഒരു വഴിയില്ല, 2 ദിവസമായിട്ട് ഞാൻ അത് തന്നെയാണ് നോക്കുന്നത്. എടാ, ഇവിടെ ഭയങ്കര നിഗൂഢതയാണല്ലോ, എനിക്കാണെങ്കിൽ ശരിക്കും പേടിയാവണുണ്ട്. 2 ദിവസം ഞാൻ ഇവിടെ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സിജനെ, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. നീ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്ക്. സിജനെ, നിന്റെ കയ്യിലെന്താടാ ഒരു പാട്? എടാ, എനിക്ക് കയ്യിൽ ഭയങ്കര തരിപ്പ് തോന്നിയായിരുന്നു. ഇൻജക്ഷൻ എന്തോ എടുത്താന്ന് തോന്നുന്നു. എടാ, ദേ നിന്റെ കയ്യിലുണ്ടല്ലോ ഇത്. 2 പ്രാവശ്യം ഇതെടുത്തപ്പോഴാണ് ഞാൻ മയങ്ങി വീണെന്നാ തോന്നുന്നു. നീ ഓർക്കുന്നുണ്ടോ അത്? എടാ, നമ്മളെ അവർ മയക്കാൻ വേണ്ടി ചെയ്തതാ അത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ, നമ്മളിനി എങ്ങനെയൊന്ന് രക്ഷപ്പെടണേ, ഒന്ന് പറഞ്ഞു തന്നേ. വെള്ളം. നിനക്കെന്നെ പറ്റിയേ? അമ്മേ. ഡാ ഡാ എടാ, എന്നടാ പറ്റിയേ? എടാ എനിക്ക് എനിക്കടാ. എടാ ഒന്ന് എനിക്ക്. എടാ ഒന്ന് എനിക്ക്. എടാ, ഞാൻ അവിടെ ഒറ്റയ്ക്കാടാ, ഒന്ന് എനിക്കടാ. ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരുമില്ലേ? എടാ സൈമ, ഇത്തിരി വെള്ളം എവിടുന്നേലും കിട്ടിയായിരുന്നെങ്കിൽ. എന്നടാ? എടാ, ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഞാൻ ഇവിടെയൊക്കെ നോക്കി. ഇനിയിപ്പോൾ എന്നാ ചെയ്യണേ? എനിക്കാണെങ്കിൽ ദാഹിക്കുക. കുറച്ച് വെള്ളം കിട്ടാൻ എന്നാ വഴി?
നീ വന്നിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ, 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ പച്ചവെള്ളം പോലും കിട്ടാതെ കിടക്കുക. ഹലോ സിജിന്, നീ അവിടെ എന്തോ ഒച്ച കേൾക്കുന്നു. നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ എവിടെ ഇരുന്നോ? വേണ്ട, പോണ്ട. നിക്ക്, നീ അവിടെ. വേണ്ട. ഹലോ ഹലോ നിങ്ങളെ ഇവിടെ എന്താടാ അത്? കൊണ്ടുവന്നത് ഞാനാണ്. സിജനെ, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്കൊരു ഉദ്ദേശവുമുണ്ട്. എൻ്റെ ലക്ഷ്യം നടപ്പാക്കാൻ ഞാൻ എനിക്ക് വേണ്ടവരെല്ലാം ചെയ്യും. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളിൽ ഒരാൾ ഇവിടെ വെച്ച് കൊല്ലപ്പെടണം. അതാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നടപ്പിലാക്കാൻ ഞാൻ എന്തും ചെയ്യുന്നതാണ്. നിങ്ങളിൽ ആരിവിടുന്ന് രക്ഷപ്പെടുന്നു അയാളുടെ കുടുംബം മാത്രം സേഫ് ആയിരിക്കും. മറ്റേയാളുടെ ഫാമിലി ഞാൻ തകർക്കും. നിക്ക്. നിങ്ങൾ ആരാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഒരാൾക്ക് രക്ഷപ്പെടാം. അതിനൊരൊറ്റ അവസരം മാത്രം ഞാൻ തരും. ഇതാരോ അടുത്ത സംസാരിക്കും. തവണ ഞാൻ ഒരു തവണ കൂടി നിങ്ങളെ കോൾ ചെയ്യും. അതിനുള്ളിൽ നിങ്ങൾ ഒരാളെ തീർത്തിരിക്കണം. ഛേ, ഇത് കേൾക്കുന്നില്ലല്ലോ. ഇതെന്നെ കേൾക്കാത്ത. ഛേ, ഹലോ. ഛേ, സിജിനെ, എന്താ പറ്റിയേ? ഒന്നുമില്ല. ഒന്നും കഴിക്കാത്ത കാരണം തോന്നുന്നു. ആ, ഇത്തിരി വെള്ളം പോലും ഇല്ലല്ലോ. ഡാ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ എന്തായാലും ഈ ട്രാപ്പിൽ പെട്ടുപോയി. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി നോക്കണം. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളിൽ ഒരാൾ മരിക്കണം എന്നാ പറഞ്ഞേക്കണേ. ഇവിടുന്ന് രക്ഷപ്പെടാത്തവൻ്റെ കുടുംബം ഇല്ലാണ്ടാക്കുന്നാണെന്ന് ആര് പറഞ്ഞേക്കണേ. നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ തമ്മിൽ തല്ലി ചാവണം എന്നാണ് അവൻ പറയണത്. നമ്മളിൽ ആര് ചാവും? ഒരാളെങ്കിൽ ഒരാൾ രക്ഷപ്പെടണം. ഹലോ ഹലോ സൈമൺ, നീ ഇപ്പോൾ അവിടെ തനിച്ചാണെന്ന് എനിക്കറിയാം. നിന്റെ വീട്ടുകാരുടെ ജീവനിൽ നിനക്ക് കൊതിയുണ്ടെങ്കിൽ നീ എത്രയും വേഗം അവനെ കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ നിങ്ങളുടെ ആരെങ്കിലും ജീവനും കൊണ്ടല്ലാതെ ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എടാ എടാ, എന്നാ പറ്റിയേ? ഡാ ഡാ, എത്രയും നിർത്തിയ സിജിനെ നമ്മളിങ്ങനെ കഴിയണേ? ഇതിനൊരു അവസാനം വേണ്ടേ? എടാ, നീ എന്നെ ഉദ്ദേശിക്കണേ? എനിക്കും രക്ഷപ്പെടണോടാ. ആ ആ ആ ആ. എന്നടാ, നീ എന്തിനെന്നെ അടിക്കണേ? എടാ, എന്നടാ? എനിക്ക് രക്ഷപ്പെടണം.
ഹലോ മീഡിയ വണ്ണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ സിജിനെ എവിടുന്നോ കിട്ടിയെന്നാണ് അവൻ്റെ കൂട്ടുകാരൊക്കെ അവകാശപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരുടെ കൂട്ടുകാരോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് സിജിനെ കണ്ടുകിട്ടിയത്? ഞാനും വേറൊരു ചങ്ങായും കൂടി കുളിക്കാനായിട്ട് ഇവിടെ തോട്ടിൽ കുളിക്കാൻ പോയപ്പോൾ അവിടെ തോടിൻ്റെ അപ്പുറ സൈഡിലായിട്ട് ഇവൻ കിടക്കുമായിരുന്നു. സിജിനെ കണ്ടുകിട്ടിയ സന്തോഷത്തിലാണ് അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരെല്ലാം ഇപ്പോൾ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിജിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഹലോ സിജിൻ, മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് അവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാണ്ടായില്ല. ഒരു നേരത്തെ ഭക്ഷണമാണ് ഞങ്ങൾക്ക് തന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള എന്തെങ്കിലും സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ ഒരു ഇൻഡക്ഷൻ എടുത്തായിട്ട് മാത്രമാണ് ഞങ്ങൾക്കൊരു ഓർമ്മയുള്ളൂ. സിജിനെ തിരിച്ചു കിട്ടിയ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും സൈമണെ കാണാതെ വേദനയും നമുക്ക് അതോടൊപ്പം ഉണ്ട്. അപ്പോൾ സൈമൺ എന്ത് പറ്റി? എടാ പറയടാ, എന്നാ പറ്റിയേ? അവൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല.